നിലവിൽ സിയ പറഞ്ഞിരിക്കുന്നത് വ്യവസായിയായ കേതൻ അഗർവാളിൽ നിന്ന് ഏകദേശം 1 കോടിയോളം രൂപ താൻ കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നു എന്നാണ്. ഈ 1 കോടിയോളം രൂപ ഷോപ്പിങ്ങിനെന്ന് പറഞ്ഞാണ് കേതനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ പണം കാമുകനായ ചേതനാണ് സിയ നൽകിയിട്ടുണ്ടായിരുന്നത്. തൻ്റെ ബിസിനസ്സും കരിയറും മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ചേതൻ ഈ പണം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. 3 വർഷം കൊണ്ട് തൻ്റെ ബിസിനസ് മെച്ചപ്പെടുമെന്നും ആ സമയം കൊണ്ട് സിയയുടെ മാതാപിതാക്കളെ തങ്ങളുടെ വിവാഹത്തിന് പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നുമായിരുന്നു ചേതൻ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നത്. സ്വന്തം വയറ്റിൽ പിറന്ന മകളെ അവളെ തൂക്കിക്കൊല്ലണമെന്ന് പെറ്റമ്മയും അച്ഛനും പൊതുസമൂഹത്തിന് മുന്നിൽ നിന്ന് കണ്ണീരോടെ പറയണമെങ്കിൽ ആ പെൺകുട്ടി ചെയ്ത ക്രൂരത എത്രത്തോളമായിരിക്കും. ഇതൊരു സിനിമയിലെ സാങ്കല്പിക രംഗമല്ല. താലി ചാർത്താൻ കാത്തിരുന്ന തന്റെ പാതിയാകുമെന്ന് വിശ്വസിച്ച പെൺകുട്ടി തന്നെ ജീവനെടുത്ത കേതൻ എന്ന യുവാവിന്റെ കഥയാണിത്. നീതിപീഠങ്ങൾക്കും സമൂഹത്തിനു മുന്നിൽ ഒരു പാഠമായി മാറിയ മനുഷ്യ മനസാക്ഷിയെ ഒന്നാകെ നടുക്കിയ കൊടും ചതിയുടെ കഥ. പൂനെയിലെ ഒരു പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ ഡയറക്ടറായിരുന്നു കേതൻ അഗർവാൾ, വിശാൽ അഗർവാളിന്റെ പ്രിയപ്പെട്ട മകൻ. ചുറുചുറുക്കുള്ള കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. വലിയൊരു ഭാവിയും ബിസിനസ്സും മുന്നിലുണ്ടായിരുന്ന കേതന്റെ ജീവിതത്തിലേക്ക് സിയ ഗോയൽ എന്ന പെൺകുട്ടി കടന്നു വരുന്നത് അവരുടെ വിവാഹ നിശ്ചയത്തോടെയാണ്. തന്റെ ജീവിതസഖിയാകാൻ പോകുന്നവളോടൊപ്പം മനോഹരമായ ഒരു കുടുംബജീവിതം അവൻ ആഗ്രഹിച്ചു. എന്നാൽ കേതൻ ഒരുപാട് സ്നേഹിച്ച സിയുടെ മനസ്സിൽ മറ്റൊരാളായിരുന്നു ചേതൻ ചൗധരി, അവളുടെ യഥാർത്ഥ കാമുകൻ. വിവാഹം മുടക്കുകയോ കാമുകനൊപ്പം ഒളിച്ചോടുകയോ ചെയ്താൽ സമൂഹത്തിലുണ്ടാകുന്ന മാനക്കേട് ഭയന്നാണ് സിയയും ചേതനും ചേർന്ന് ഒരു ക്രൂരമായ തീരുമാനമെടുത്തത്: കേതനെ ഇല്ലാതാക്കുക. ഒരു സാധാരണ അപകട മരണമായി അത് മാറ്റി തീർത്താൽ പിന്നീട് തങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് അവർ കണക്കുകൂട്ടി. കഴിഞ്ഞ 5 മാസത്തോളമായി അവർ ഈ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു. പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയ സൈബർ രേഖകൾ പ്രകാരം കഴിഞ്ഞ 6-7 മാസത്തിനിടെ സിയും കാമുകനും ഫോണിൽ ബന്ധപ്പെട്ടത് 2000-ലേറെ തവണയാണ്. ഈ 2000-ലധികം കോളുകളിലൂടെ അവർ ഗൂഢാലോചന നടത്തുകയും കൊലപാതക രീതികളെക്കുറിച്ചും ആരും കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങളെക്കുറിച്ചും ഇന്റർനെറ്റിൽ നിരന്തരം തിരയുകയുമായിരുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും യാതൊന്നും അറിയാതെ തന്റെ ഭാവി വധുവിനെ സ്നേഹം കൊണ്ട് പൊതിയുകയായിരുന്നു പാവം കേതൻ. ഇന്തോനേഷ്യയിലെ ബാലിയിലേക്ക് മനോഹരമായ ഒരു പ്രീ വെഡിംഗ് ഫോട്ടോഷൂട്ട് യാത്ര കേതൻ പ്ലാൻ ചെയ്തിരുന്നു. ആ യാത്ര നടന്നാൽ തങ്ങളുടെ പ്ലാൻ പൊളിയുമെന്ന് മനസ്സിലാക്കിയ സിയ കേതന്റെ പാസ്പോർട്ട് രഹസ്യമായി എടുത്തുമാറ്റി പൂനെയിലെ ഒരു കോഫി ഷോപ്പിലെ ചവറ്റുകുട്ടയിൽ ഉപേക്ഷിച്ച് നശിപ്പിച്ചു. പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ബാലി യാത്ര മുടങ്ങിയതിന്റെ അതിയായ വിഷമത്തിലായിരുന്നു കേതൻ. അന്ന് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച സിയുടെ ഉള്ളിൽ അവനെ കൊലപ്പെടുത്താനുള്ള കൃത്യമായ തിരക്കഥ തയ്യാറായിരുന്നു. സമുദ്രനിരപ്പിൽ നിന്ന് 1000 മീറ്റർ ഉയരത്തിലുള്ള മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ലോഹഗഡ് കോട്ട, അവിടെയുള്ള 400 അടി താഴ്ചയുള്ള പാറക്കെട്ടാണ് കേതന്റെ ശവപ്പറമ്പായി അവർ തിരഞ്ഞെടുത്തത്. കൊലപാതകം എങ്ങനെ നടത്തണമെന്ന് പ്ലാൻ ചെയ്യാൻ കേവലം 20 ദിവസത്തിനിടെ 3 തവണയാണ് ഇവർ ലോഹഗഡ് കോട്ടയിൽ എത്തിയത്. മെയ് 31, ജൂലൈ 14, ജൂലൈ 18 എന്നീ ദിവസങ്ങളിൽ. ഇതിൽ ജൂലൈ 14-ന് സിയ ആദ്യത്തെ കൊലപാതക ശ്രമം നടത്തി. കോട്ടയുടെ മുകളിലെ പാറക്കെട്ടിൽ കേതനോടൊപ്പം നിൽക്കുമ്പോൾ സിയ അവനെ പെട്ടെന്ന് താഴേക്ക് തള്ളിയിട്ടു. എന്നാൽ ഭാഗ്യം കൊണ്ട് താഴെയുള്ള ഒരു കുറ്റിച്ചെടിയിൽ പിടിച്ച് കേതൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. താൻ താഴേക്ക് വീഴാൻ കാരണക്കാരി തന്റെ പ്രതിശ്രുത വധുവാണെന്ന് അവൻ അറിഞ്ഞില്ല. കാരണം പെട്ടെന്നൊരു പാമ്പിനെ കണ്ട് ഭയന്ന് തെന്നിപ്പോയതാണെന്നും അബദ്ധത്തിൽ തട്ടിയതാണെന്നും പറഞ്ഞ് സിയ ആ പാവത്തെ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇനി അഥവാ ഈ കോട്ടയിലെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടാൽ മഹാബലേശ്വറിൽ വച്ച് കേതനെ കൊല്ലാൻ അവർ മറ്റൊരു ബാക്കപ്പ് പ്ലാൻ കൂടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കൊലപാതകത്തിന് തലേ ദിവസം, അതായത് ജൂൺ 17-ന് സിയും കാമുകരും ചേർന്ന് പൂനെയിലെ ഒരു കഫയിൽ ഒരുമിച്ചിരുന്ന് ഏതാണ്ട് 1 മണിക്കൂറോളം സംസാരിച്ച് അവസാനവട്ട പദ്ധതികൾ തയ്യാറാക്കി. ഒരു മനുഷ്യ ജീവനെടുക്കാൻ അവർ എത്രത്തോളം തണുത്ത മനസ്സോടെയാണ് പ്ലാൻ ചെയ്തതെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഈ കഫയിലെ നിർണായക ദൃശ്യങ്ങൾ പിന്നീട് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒടുവിൽ ആ ദുരന്ത ദിനം വന്നെത്തി. 2026 ജൂൺ 18. ബാലി യാത്ര മുടങ്ങിയതിന്റെ സങ്കടം മാറ്റാനും തന്റെ ജന്മദിനം ആഘോഷിക്കാനുമാണെന്നും പറഞ്ഞ് സിയ നിർബന്ധപൂർവം കേതനെയും കൂട്ടി വീണ്ടും ലോഹഗഡ് കോട്ടയിലേക്ക് പോയി. 400 അടി താഴ്ചയുള്ള ആ കൊക്കയുടെ മുകളിൽ അവർ നിന്നു.
ഫോട്ടോ എടുക്കാൻ സിയ കേതനോട് ആവശ്യപ്പെട്ടു. പ്രകൃതി ഭംഗി ആസ്വദിച്ച് അവർ പിരിഞ്ഞു നിന്ന ആ നിമിഷം അവർ തലേ ദിവസം കഫേയിൽ വെച്ച് പ്ലാൻ ചെയ്തതുപോലെ ഹുഡി ധരിച്ച് മുഖം മറച്ചുകൊണ്ട് കാമുകൻ ചേതൻ അവിടെ എത്തി. യാതൊരു ദയയുമില്ലാതെ ചേതൻ കയ്യിൽ കരുതിയിരുന്ന കല്ലുപയോഗിച്ച് കേതന്റെ തലയ്ക്ക് പുറകിൽ അതിശക്തമായി ഇടിച്ചു. വേദന കൊണ്ട് പുളഞ്ഞ് തല കറങ്ങി നിന്ന കേതനെ സിയ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ആ 400 അടി താഴ്ചയുള്ള കൊക്കയിലേക്ക് തള്ളിയിട്ടു. ഉറപ്പായും കേതൻ മരിച്ചുവെന്ന് ബോധ്യപ്പെട്ടതോടെ ചേതൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് സിയയുടെ നാടകമായിരുന്നു. കാൽ വഴുതി അപകടം നടന്നതാണെന്ന് വരുത്തി തീർക്കാൻ അവൾ ഉറക്കെ നിലവിളിച്ച് കരയുകയും പോലീസിനെയും നാട്ടുകാരെയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്തു. വിശാൽ അഗർവാൾ എന്ന ആ അച്ഛൻ തന്റെ മകന്റെ ചേതനയറ്റ ശരീരം കണ്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞു. ഒരു അപകട മരണമാണെന്ന് കരുതി പോലീസ് കേസ് അവസാനിപ്പിക്കാൻ ഇരിക്കെയാണ് കേതന്റെ സഹോദരിയുടെ മനസ്സിൽ ചില സംശയങ്ങൾ ഉടലെടുത്തത്. ഒരു സാധാരണ പെൺകുട്ടി തന്റെ ഭാവി വരൻ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ കാണിക്കുന്ന ഒരു വെപ്രാളമോ സങ്കടമോ സിയയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അവരുടെ ഉത്തരങ്ങൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായിരുന്നു. ചേച്ചിയുടെ ഈ സംശയമാണ് അന്വേഷണത്തിന്റെ ഗതി മാറ്റിയത്. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തലേ ദിവസം കഫയിൽ വെച്ച് കാമുകനുമായി സംസാരിക്കുന്ന CCTV ദൃശ്യങ്ങളും 2000-ൽ പരം ഫോൺ കോളുകളുടെ രേഖകളും പോലീസ് കണ്ടെടുത്തു. ലോഹഗട്ടിലെ ടവർ ലൊക്കേഷനുകൾ പരിശോധിച്ചതോടെ സിയയ്ക്കും ചേതനും പിടിവള്ളിയില്ലാതെയായി. ഒടുവിൽ ഗത്യന്തരമില്ലാതെ ആ കൊടും ക്രൂരതയുടെ സത്യങ്ങൾ അവർക്ക് ഏറ്റുപറയേണ്ടി വന്നു. എന്നാൽ ഈ കേസ് നമ്മളെ വീണ്ടും ഞെട്ടിച്ചത് അവിടെയല്ല. മകളുടെ ഈ ക്രൂരത അറിഞ്ഞ സ്വന്തം മാതാപിതാക്കളുടെ പ്രതികരണമായിരുന്നു എല്ലാവരെയും അമ്പരപ്പിച്ചത്. തങ്ങൾ നൊന്തുപെറ്റ മകൾ ഇത്രയും വലിയൊരു കൊലപാതകിയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ആ അച്ഛനും അമ്മയും തകർന്നുപോയി. മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ആ അമ്മ നെഞ്ചുപൊട്ടി പറഞ്ഞു, മകൾ ചെയ്ത തെറ്റിന് യാതൊരു ദാക്ഷിണ്യവും കാണിക്കേണ്ടതില്ല. കേതനെ തള്ളിയിട്ട അതേ കോട്ടയിൽ നിന്ന് കൊലപാതകികളായ പ്രതികളെയും താഴേക്ക് തള്ളിയിട്ട് കൊല്ലണം. സ്വന്തം ചോരയെ തള്ളിപ്പറയാൻ ആ അമ്മ കാണിച്ച ആർജവം അവരുടെ ഉള്ളിലെ നീതിബോധം കൂടിയായിരുന്നു. തങ്ങളുടെ മകൾ കാരണം കേതന്റെ അച്ഛൻ വിശാൽ അഗർവാളും ആ കുടുംബവും അനുഭവിക്കുന്ന സങ്കടം അവരുടെ കണ്ണീരിലുണ്ടായിരുന്നു. ഇന്ന് സിയയും ചേതനും ജയിലഴിക്കുള്ളിലാണ്. അമിതമായ വിശ്വാസം പലപ്പോഴും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കുന്നത് വലിയ അപകടങ്ങളിലേക്കാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നീതിപീഠങ്ങൾ അവർക്ക് അർഹമായ ശിക്ഷ തന്നെ നൽകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കാരണം കേതന്റെ ചോരയ്ക്ക് നീതി ലഭിച്ചേ മതിയാകൂ. ഇതുപോലുള്ള മറ്റൊരു യഥാർത്ഥ സംഭവവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.